വയനാട് അമ്പുകുത്തി മലയിൽ മണ്ണിടിച്ചിലിന് ഇടയാക്കിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. 2 കിലോമീറ്റർ നീളത്തിൽ ഉരുൾപൊട്ടൽ ഒഴുകിയെങ്കിലും ആളപായമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പുറം ലോകം ഇക്കാര്യം അറിഞ്ഞതുമില്ല. ഓഗസ്റ്റ് 8-നാണ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത്. ഇക്കഴിഞ്ഞ 7-8 തീയതികളിലാണ് അമ്പുകുത്തിമലയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായത്. പൊന്മുടിക്കോട്ട, അമ്പുകുത്തിമലയുടെ കിഴക്കേ ചെരിവ്, എടക്കൽ ഗുഹയുടെ സമീപം എന്നീ 3ഇടങ്ങളിൽ ഉരുൾപൊട്ടി താഴേക്ക് പതിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള എടക്കൽ ഗുഹയ്ക്ക് ഭീഷണിയുണ്ടാകും വിധമാണ് ഉരുൾപൊട്ടിയത്. മലമുകളിലെ അനധികൃത നിർമ്മാണങ്ങളാണ് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിശദമായ അന്വേഷണവും തുടർ നടപടിയും വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8-ാം തീയതി മുതൽ ഇവിടെ ഉരുൾപൊട്ടലിന്റെ പരമ്പര തന്നെ ഉണ്ടായിരിക്കുകയാണ്. അമ്പുകുത്തി മലയിൽ ഏകദേശം 4ഓളം ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി പല പ്രദേശങ്ങൾ തന്നെ കിലോമീറ്റർ കണക്കിന് ഒഴുകിപ്പോയിരിക്കുന്ന സാഹചര്യമാണ്. അതിഭീകരമായ കാഴ്ചയാണ് ഇതിന് മുകളിലുള്ളത്. എടക്കൽ ഗുഹയ്ക്കടുത്ത് കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി പേരുണ്ട്. ഇവരും മലയ്ക്ക് ചുറ്റും ജീവിക്കുന്നവരും ഇപ്പോൾ ഏറെ ഭീതിയിലാണ്. ന്യൂസ് 18 വയനാട്. പ്രളയത്തിൽ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറ മുള്ളംതണ്ടിൽ രൂപപ്പെട്ട വലിയ കുഴി നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തുന്നു. നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കുഴി രൂപപ്പെട്ടത്. ശാന്തൻപാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയായ മുള്ളംതണ്ട് മലമുകളിലാണ് റോഡിനോട് ചേർന്ന് വൻ ഗർത്തം രൂപപ്പെട്ടത്. ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന ഗർത്തം ഇപ്പോൾ കൂടുതൽ വലുതായി. ഇതുവഴി കടന്നുപോകുന്ന റോഡിനടിയിൽ കുറച്ചു ഭാഗം ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ്. ഗർത്തത്തിലൂടെ ഒഴുകുന്ന വെള്ളം എവിടേക്കാണ് പോകുന്നതെന്ന് വ്യക്തമല്ല. ഇതിന് സമീപത്തായി നിരവധി കുടുംബങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന മലവെള്ളം കംപ്ലീറ്റ് ഈ ഗർത്തത്തിലേക്ക് വീഴുകയും ഇത് കിലോമീറ്ററുകൾ അകലെയാണ് പോയി ഈ വെള്ളം പോയി ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് ഇത് ഈ ഗർത്തത്തിൻ്റെ താഴെയായിട്ട് നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഭീതിയിലാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് വന്ന് പരിശോധിക്കുകയും ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള ഒരു നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാവണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നതായി പ്രദേശവാസികൾ. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പൂപ്പാറ. മലപ്പുറം പെരുവള്ളൂർ അരീക്കാട്ടുമാട്ടിൽ ചെങ്കൽപ്പാറയിൽ വൻ വിള്ളൽ. 20 മീറ്റർ മാറിയുണ്ടായ മണ്ണിടിച്ചിലും പ്രദേശവാസികളെ പരിഭ്രാന്തരാക്കി. പെരുവള്ളൂർ അരീക്കാട്ടുമാട്ടിൽ ചെങ്കൽപ്പാറയിലാണ് വിള്ളൽ. വലിയ ശബ്ദത്തോടെയാണ് വിള്ളൽ രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. 1/2 അടി വ്യാസത്തിൽ ചെങ്കൽ 2ആയി പിളർന്ന നിലയിലാണ്. ഇതോടെ 2 പഞ്ചായത്തുകളിലെ കുടുംബങ്ങൾ ഭീതിയിലാണ്. 15 മീറ്റർ നീളത്തിലും 4 മീറ്റർ ഉയരത്തിലും മണ്ണിടിച്ചിലുണ്ടായി. വളരെ ഭീതിയിലേക്കാണ് ഇവിടുത്തെ ആളുകൾ ഇവിടെ താമസിച്ചു വരുന്നത്. റവന്യൂ അധികൃതർ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാറി താമസിക്കാനേ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ മറ്റുള്ള പല പ്രയാസം കൊണ്ടൊക്കെയാണ് അവർ പോകാതെ ഇവിടെ തന്നെ വീണ്ടും പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഏത് സമയവും ഒരു നല്ലൊരു അപകടം ഉള്ള രൂപത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് ശാസ്ത്രീയമായി പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികൃതരുടെ ഭാഗത്തു നിന്നും സുരക്ഷ ഒരുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 മലപ്പുറം. മഴക്കെടുതിയിൽ കിടപ്പാടം നഷ്ടമായവർക്ക് സുരക്ഷിത വാസമൊരുക്കുവാൻ കട്ടപ്പനയിൽ സുമനസുകൾ നൽകിയത് 40 സെന്റ് സ്ഥലം. വളക്കടവ്, കടമക്കുഴി എന്നിവിടങ്ങളിലെ 2 കുടുംബങ്ങളാണ് സ്ഥലം നൽകിയത്. പ്രളയദുരിതബാധിതർക്ക് കൈത്താങ്ങാവുകയാണ് കട്ടപ്പനയിലെ കുടുംബങ്ങൾ. വള്ളിക്കടവ് സ്വദേശി ഷെബിലി അബ്രഹാം, കടമക്കുടി സ്വദേശി ജെയിംസ് മാത്യു എന്നിവരാണ് പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയത്. 30 സെന്റ് സ്ഥലമാണ് ഷെബിലി നൽകിയത്. 10 സെന്റ് സ്ഥലം ജെയിംസ് മാത്യുവും നൽകി. ഇതുപോലെ ഒരു വലിയ പ്രളയം വന്ന് 2 വർഷമായിട്ട് പ്രളയം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെടുകയും കിടപ്പാടം പോലില്ലാത്ത അവസ്ഥയായിട്ട് ഒരുപാട് പേര് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഈ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്ത് അവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കണ്ടപ്പം ഇത് നമ്മളെപ്പോലെ തന്നെ അവകാശപ്പെട്ടതാണ് അവർക്കും. അതുകൊണ്ട് നമ്മളാ ചെയ്യുന്നൊരു സഹായം അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാവില്ലെന്ന് ഓർത്താണ് ഇങ്ങനെ തീരുമാനത്തിലോട്ട് എത്താനുള്ള കാര്യം. ഇത് സംബന്ധിച്ച രേഖകൾ ജില്ലാ കളക്ടർക്ക് കൈമാറി. ദുരിതബാധിതരെ സഹായിക്കാനുള്ള ശ്രമം മാതൃകയാണെന്ന് ജില്ലാ കളക്ടർ H. ദിനേശ്. സത്യമാണ്, രാത്രി ഉറക്കം വരാതെ കിടക്കുന്ന ഒരുപാട് ഫാമിലിയുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു ഉദ്യമമാണ്. ഒരുപാട് ഇങ്ങനെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ആൾക്കാരിൽ നിന്ന് സ്ഥലം വാങ്ങി ഇവർക്ക് സഹായിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു നല്ല തുടക്കമാണ് ശ്രീമതി ഷിംലി ഫാമിലി ആദ്യം ഇവിടെ നടത്തിയിരിക്കുന്നത്. തീർത്തും അപകട ഭീഷണിയിൽ നിൽക്കുന്നതും എത്രയും വേഗം മാറ്റിപ്പാർപ്പിക്കേണ്ടതുമായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് മുൻഗണനാക്രമത്തിൽ മാറ്റിപ്പാർപ്പിക്കുവാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തൊടുപുഴ. മലപ്പുറം കൊണ്ടോട്ടിയിൽ മണ്ണിടിച്ചൽ ഭീഷണിയുള്ള പ്രദേശങ്ങൾ ജിയോളജി അധികൃതർ പരിശോധന തുടരുന്നു.
പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് താലൂക്കിലെ ചെങ്കൽ, കരിങ്കൽ ക്വാറികളിലും മണ്ണിടിച്ചൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നത്. വാഴക്കാട്, പുള്ളിക്കൽ വില്ലേജുകളിൽ സംഘം പരിശോധന നടത്തി. ജിയോളജി, മണ്ണ് സംരക്ഷണ വിഭാഗം, റവന്യൂ അധികൃതരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തുന്നത്. ജില്ലാ കളക്ടർക്കാണ് പരിശോധനാ ഫലം കൈമാറുക. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ നെടിയിരുപ്പ് മേഖലയിലടക്കം പല ക്വാറികളും അടച്ചു പൂട്ടേണ്ടി വരുമെന്നാണ് സൂചന. ഒട്ടേറെ നിയമലംഘനങ്ങൾ ക്വാറികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് നൈപുണ്യ കർമ്മസേനയുടെ പ്രവർത്തനം ദുരിതബാധിതർക്ക് തുണയാകുന്നു. ഹരിത കേരള മിഷനും വ്യവസായ പരിശീലന വകുപ്പും സംയുക്തമായാണ് നൈപുണ്യ കർമ്മസേനയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പ്രളയത്തിൽ കേടുവന്ന ഉപകരണങ്ങൾ ദുരിതബാധിതർക്ക് സൗജന്യമായി നന്നാക്കി നൽകും. വെള്ളപ്പൊക്കം നാശം വിതച്ച ചുങ്കത്തറ, നിലമ്പൂർ, പൊന്നാനി, അരീക്കോട്, വാഴക്കാട്, അങ്ങാടിപ്പുറം, മലപ്പുറം, ചാലിയാർ, കീഴുപറമ്പ്, കരിമ്പുഴ, കുറുവ, എടവണ്ണ, എടക്കര, പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സേനയുടെ പ്രവർത്തനം. 60 ജീവനക്കാരും 349 ട്രെയിനികളും അടങ്ങുന്നതാണ് സംഘം. 585 വീടുകളിലെ തകരാറിലായ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. നൈപുണ്യ കർമ്മസേനയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലെ ITIകൾ കേന്ദ്രീകരിച്ച് കേടുവന്ന ഉപകരണങ്ങളുടെ സർവീസും ആരംഭിച്ചു. 12ഓളം വാർഡ് പഞ്ചായത്തുകളിലായി ഞങ്ങളുടെ 300ഓളം വരുന്ന ട്രെയിനികളും 60-ൽ പരം സ്റ്റാഫുകളും കഴിഞ്ഞ ഒരാഴ്ചയായി കർമ്മനിരതരായിരുന്നു. ഏതാണ്ട് 500-ലധികം വീടുകൾ അവിടെയുള്ള വയറിംഗ് സംബന്ധമായ തകരാറുകളും ഗൃഹോപകരണങ്ങളുടെ റിപ്പയറിംഗും എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പൂർത്തി. പ്രളയം നാശം വിതച്ചയിടങ്ങളിലെ സേനയുടെ പ്രവർത്തനം നാട്ടുകാർക്ക് ഏറെ ആശ്വാസകരമാണ്. ന്യൂസ് 18 മലപ്പുറം. ചെരുപ്പ് പോളിഷ് ചെയ്ത് പ്രളയബാധിതർക്കായി പണം സ്വരൂപിക്കുകയാണ് സെയ്തുകുഞ്ഞ്. മൂവാറ്റുപുഴയിലാണ് ബധിരനും റിട്ടയർഡ് ഫാക്ട് ഉദ്യോഗസ്ഥനുമായ സെയ്തുകുഞ്ഞ് സഹായം ശേഖരിക്കുന്നത്. ഈ വേഷം പോലെ തന്നെ വ്യത്യസ്തമാണ് സെയ്തുകുഞ്ഞിന്റെ മനസ്സും. പ്രളയബാധിതരെ സഹായിക്കാനായി ചെരുപ്പ് പോളിഷ് ചെയ്യുകയാണ് ഇദ്ദേഹം. ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം. ജന്മനാ ബധിരനും സംസാരിക്കാൻ ബുദ്ധിമുട്ടുമുള്ളയാളാണ് സെയ്തുകുഞ്ഞ്. ഇതിനു മുൻപും പൊതുയിടം ശുചീകരിക്കുന്നതടക്കം നിരവധി സേവനങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രളയസഹായം എത്തിക്കാനായി ആർക്കെങ്കിലും മുന്നിൽ കൈനീട്ടുന്നതിന് പകരം സ്വന്തമായി അധ്വാനിച്ച് നൽകണമെന്നാണ് സെയ്തുകുഞ്ഞിന്റെ ആഗ്രഹം. കഴിഞ്ഞ 22 വർഷങ്ങളായി ഞാൻ സേവനത്തിൽ സജീവമാണ്. ഇപ്പോൾ 18 പ്രളയം കൊണ്ട് ഉറുത്ത് വെച്ച് സ്വന്തം വില ചെയ്ത് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാൻ താല്പര്യം. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് യാത്രക്കാരുടെ ഷൂ പോളിഷ് ചെയ്ത് നൽകുന്നത്. ഗുജറാത്ത് ഭൂകമ്പ ബാധിതരെ സഹായിക്കാനായി അന്നും സെയ്തുകുഞ്ഞും ബധിരരും മുഖരുമായ 3 സഹോദരങ്ങളും വഴിയരികിലിരുന്ന് ഷൂ പോളിഷ് ചെയ്ത് പണം സ്വരൂപിച്ചിരുന്നു. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ കരിങ്ങനാട് പ്രഭാപുരം റോഡ് തകർന്നു. സമീപത്തെ പാലവും തകർച്ചാ ഭീഷണിയിലായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൊപ്പം, വിളയൂർ, കുലുക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിങ്ങനാട് പ്രഭാപുരം റോഡാണ് തകർന്നത്. പാലത്തിനോട് ചേർന്നുള്ള റോഡിന്റെ ഒരു ഭാഗം കനത്ത മഴയിൽ പാടത്തേക്ക് ഇടിഞ്ഞു വീണു. പ്രദേശത്ത് റോഡും തോടും കവിഞ്ഞ് വെള്ളം ഒഴുകിയിരുന്നു. വശങ്ങൾ ഇടിഞ്ഞതോടെ ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമായി. ഇതിനു വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കൊപ്പം പഞ്ചായത്തിന് എയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ താല്പര്യപ്രകാരം കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം വിളയൂർ പഞ്ചായത്തിൻ്റെ പരിധിയിലാണ്. അതുകൊണ്ട് അവർ പ്രപ്പോസൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ഇത് ഏത് പഞ്ചായത്തായാലും ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ 3 പഞ്ചായത്തുകളുടെ ജനങ്ങളുടെ യാത്രാ സൗകര്യമുള്ളൊരു സ്ഥലമാണിത്. ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇപ്പം ശരിയാക്കാം, മറ്റേ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇപ്പം ശരിയാക്കാറുണ്ട് പോകും. പിന്നെ ഒരു വിവരമില്ല. ഇപ്പോൾ 2 വർഷം ഇപ്പം പൂർണ്ണമായി ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ഇട്ടാൽ വളരെ നന്നായി. KSRTC ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. വലിയ വാഹനങ്ങൾക്ക് കുറച്ചു ദിവസം മുമ്പ് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. സംരക്ഷണ ഭിത്തി ഓരോ ദിവസവും ഇടിഞ്ഞു വീഴുകയാണ്. സമീപത്തെ കൈനിപാലവും അതീവ ഗുരുതരാവസ്ഥയിലാണ്. വിളയൂർ പഞ്ചായത്തിന്റെ ഭാഗത്താണ് കൂടുതൽ തകർച്ച. അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച് മാതൃക സൃഷ്ടിക്കുകയാണ് കുഴിയംപറമ്പ് ലൈവ് വാട്സാപ്പ് കൂട്ടായ്മ. കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രളയബാധിതർക്കായി അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു. പ്രളയ ദുരിതബാധിതർക്കായി ബെഡ്, തലയണ, ഗ്യാസ് സ്റ്റവ് തുടങ്ങിയ അവശ്യ സാധനങ്ങളാണ് വാട്സാപ്പ് കൂട്ടായ്മ വിതരണം ചെയ്തത്. 240 അംഗങ്ങളുമായി 1 വർഷം മുൻപ് രൂപീകൃതമായ വാട്സാപ്പ് ഗ്രൂപ്പ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്.
പ്രളയബാധിതർക്ക് അടുക്കള പാത്രങ്ങൾ എത്തിച്ചു നൽകി വിദ്യാർത്ഥികൾ. കോഴിക്കോട് കൈതപ്പൊയിൽ മർക്കസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചാലിയാറിന്റെയും ഇരവഴിഞ്ഞിപ്പുഴയുടെയും തീരത്തുള്ള 50ഓളം കുടുംബങ്ങൾക്ക് സഹായമെത്തിച്ചത്. കോഴിക്കോട് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ ഇരുവഴിഞ്ഞിപ്പുഴയും ചാലിയാറും കരകവിഞ്ഞ് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. വീട്ടുപകരണങ്ങൾ നഷ്ടമായ സാഹചര്യത്തിലാണ് കൈതപ്പൊയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ സഹായവുമായി രംഗത്തെത്തിയത്. പാത്രങ്ങളാണ് അത്യാവശ്യമെന്നറിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഇനം പാത്രങ്ങൾ എത്തിച്ചു. ഒരു ചെറിയ കൂട്ടായ്മയ്ക്ക് തന്നെ സമൂഹത്തിൽ വലിയ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഇവിടെ തെളിയിച്ചത്. വിദ്യാർത്ഥികളുടെ സംരംഭത്തിന് നാട്ടുകാരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ 1.5 ലക്ഷത്തോളം രൂപയുടെ പുതിയ പാത്രങ്ങളാണ് സ്കൂളിലെത്തിയത്. പ്രളയത്തിൽ സർവ്വതും ഒലിച്ച സഹോദരങ്ങൾക്ക് എങ്ങനെ കൈത്താങ്ങാവാന്ന് ഞങ്ങൾ മർക്കസിന്റെ സ്റ്റുഡന്റ് കൗൺസിൽ തീരുമാനിച്ചു. അപ്പോൾ ഭക്ഷണ സാധനം എല്ലാ സ്ഥലത്തു നിന്ന് എത്തുന്നുണ്ട്. അത് പാകം ചെയ്യാനുള്ള പാത്രമാണ് ഇല്ലാത്തത് ഞങ്ങൾ മനസ്സിലാക്കി. അത് ഞങ്ങൾ ASRുമായി പങ്കുവെക്കുകയും സാർ അത്യാഹിതം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ദുരിതബാധിതർക്ക് ആശ്വാസമേകുന്നതിനോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷറഫുദ്ദീൻ പറഞ്ഞു. കുട്ടികളിൽ നിന്ന് വന്ന ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു ഉദ്യമം അത് രക്ഷിതാക്കൾ ഏറ്റെടുത്തു. ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. കൂടെ അവരുടെ ഈ സഹാനുഭൂതിയും അതുപോലെ സമൂഹത്തെ സേവിക്കാനുള്ള അവരുടെ മനസ്സും അത് വളർത്തിയെടുക്കണം. വിദ്യാർത്ഥികൾ തന്നെ പ്രളയബാധിതരുടെ വീടുകളിലെത്തി കിറ്റുകൾ വിതരണം ചെയ്തു. ന്യൂസ് 18 താമരശ്ശേരി. വാർത്തകളിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്കായി വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗമാണ് ബിരുദ കോഴ്സുകൾക്കായുള്ള പഠന കേന്ദ്രം ആരംഭിച്ചത്. തടവറകളും ഇരുമ്പഴികളും വിദ്യയുടെ വെളിച്ചത്തിന് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കണ്ണൂർ സർവകലാശാല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ 25 തടവുകാർ താൽപ്പര്യം പ്രകടിപ്പിച്ചതോടെയാണ് വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങാൻ സർവകലാശാല തീരുമാനിച്ചത്. ജയിലിലെ അന്തേവാസികൾക്ക് ആദ്യമായിട്ടാണ് ജയിലിനകത്ത് കണ്ണൂർ സർവകലാശാല പഠന കേന്ദ്രം ഒരുക്കുന്നത്. സർവകലാശാല ഇന്ന് UG PG തലത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ജനങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് പോലെ തന്നെ ജയിലിലെ അന്തേവാസികൾക്കും സൗകര്യമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കോഴ്സുകളിൽ ചേരുന്ന തടവുകാർക്കായി അധ്യാപകർ ജയിലിലെത്തി ക്ലാസുകൾ എടുക്കും. പുതിയ സംവിധാനം കൂടുതൽ തടവുകാരെ തുടർ പഠനത്തിന് പ്രേരിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജയിൽ അധികൃതർ. ഇഗ്നോയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ കഴിഞ്ഞ 3 വർഷമായി ജയിലിൽ നടക്കുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ഷൊർണൂരിലെ പോട്ടർ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി സംരക്ഷണമില്ലാതെ നശിക്കുന്നു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം 20 വർഷത്തിലധികമായി പൂട്ടിക്കിടക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധ ശല്യം കാരണം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. 1989 കളിമൺ ഉൽപ്പന്ന നിർമ്മാണ തൊഴിലാളികളുടെ വികസനത്തിനും പുരോഗതിക്കുമായി ഷൊർണൂരിൽ ആരംഭിച്ച സ്ഥാപനമാണ് പോർട്ടർ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അന്നത്തെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി KR നാരായണനാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. വ്യവസായ വകുപ്പാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പ്രാരംഭഘട്ടത്തിൽ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നെങ്കിലും പിന്നീട് തൊഴിലാളി സമരം കാരണം സ്ഥാപനം പൂട്ടി. ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രവും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണ് സൊസൈറ്റിയും പരിസരവും. സാമൂഹ്യ വിരുദ്ധരുടെയും കുറേ ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റുകൾ കൊണ്ടുണ്ട്. ഇഴജന്തുക്കളുടെ ശല്യം ഇതിങ്ങനെ അടഞ്ഞു കിടക്കുക കാരണമുണ്ട്. വർഷങ്ങളായി ഇങ്ങനെ അടഞ്ഞു കിടക്കുക. 20 വർഷമായി നവീകരണമില്ലാതെ കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. ഉൽപ്പന്ന നിർമ്മാണത്തിന് സജ്ജമാക്കിയ ഉപകരണങ്ങളും നശിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളിൽ പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. കാട് പിടിച്ചു കിടക്കുന്നതിനാൽ സമീപത്തെ വീടുകളിൽ ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. കണ്ടമാനം ആൾക്കാർ വന്നു കൊണ്ട് ആരാന്ന് എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അടുത്തുള്ള ഒരു പാമ്പിൻ്റെ ശല്യം ഭയങ്കരം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടിയ വളരെ ഉപകാരമായിരുന്നു. ചെറുകിട സംരംഭങ്ങൾക്കും ഓഫീസുകൾക്കും സ്ഥലവും കെട്ടിടവുമില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളും വകുപ്പുകളും ബുദ്ധിമുട്ടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നശിക്കുന്നത്. ന്യൂസ് 18 ഷൊർണൂർ. കർഷക പ്രതീക്ഷകൾ തകിടം മറിച്ച് ഏലക്ക വില കുത്തനെ ഇടിഞ്ഞു. 4000 രൂപയിൽ നിന്ന് ഏലക്ക വില 2500-ൽ താഴെയെത്തി. പെട്ടെന്നുണ്ടായ വിലയിടിവിൽ കർഷകർക്കൊപ്പം ഏലക്ക വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. ഹൈറേഞ്ചിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഏലക്ക വില ഉയർന്നത് വലിയ പ്രതീക്ഷയാണ് കർഷകർക്ക് നൽകിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡിലേക്ക് ഉയർന്ന ഏലക്ക വില 4000 രൂപയിൽ എത്തിയിരുന്നു.
എന്നാൽ നിലവിൽ ഏലക്കായുടെ വിളവെടുപ്പ് സജീവമായതോടെ വില കുത്തനെ ഇടിയുന്ന സാഹചര്യമാണ്. 4000 രൂപയിൽ നിന്നും 2500 രൂപയിലെത്തി നിൽക്കുകയാണ് ഏലക്കാവില. സ്ഥിരതയില്ലാതെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഏലക്കാവില വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും വില നിലനിർത്തുന്നതിന് സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നും കർഷകർക്കൊപ്പം വ്യാപാരികളും ആവശ്യപ്പെടുന്നു. ഒരു സ്ഥിരതയില്ലാത്തത് വളരെയേറെ കർഷകർക്കൊപ്പം തന്നെ വ്യാപാരികളും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 4000 രൂപ വില നിന്ന സമയത്ത് വ്യാപാരികൾ കർഷകരിൽ നിന്നും വാങ്ങിയ ഏലക്ക വിൽക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ വില ഇടിഞ്ഞതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കൊങ്കൺ പാത വഴിയുള്ള ട്രെയിൻ ഗതാഗതം നിരോധിച്ചു. പാതയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായതിനെ തുടർന്നാണിത്. ഇതേ തുടർന്ന് നേത്രാവതി എക്സ്പ്രസ് റദ്ദു ചെയ്തു. കേരളത്തിൽ നിന്നും കൊങ്കൺ വഴി പോകുന്ന മറ്റു ട്രെയിനുകൾ പാലക്കാട് വഴി തിരിച്ചുവിട്ടു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കൂവെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. മാംഗ്ലൂരിനടുത്ത് പടിയിൽ സ്റ്റേഷനോട് ചേർന്നാണ് മണ്ണിടിച്ചിൽ രൂക്ഷമായത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ കൊങ്കൺ പാതയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായിരുന്നു. ഇതിനിടെയാണ് കുലശേഖരയ്ക്കും പടിയിലിനുമിടയിൽ ട്രാക്കിനോട് ചേർന്നുള്ള മൺതിട്ട ഇടിയാൻ തുടങ്ങിയത്. 50 മീറ്ററോളം നീളത്തിൽ ചെളിയും മണ്ണും ട്രാക്കിലേക്ക് വീണതോടെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നുണ്ടെങ്കിലും ശക്തമായ മഴ തുടരുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇതോടെയാണ് കൊങ്കൺ പാത വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. കേരളത്തിൽ നിന്നും നേത്രാവതി എക്സ്പ്രസ് ഇന്നത്തെ യാത്ര റദ്ദു ചെയ്തിട്ടുണ്ട്. മറ്റു ട്രെയിനുകൾ പാലക്കാട് ഈറോഡ് വഴി തിരിച്ചുവിട്ടു. ന്യൂസ് 18 കാസർഗോഡ്. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നു എന്ന പരാതിയുമായി പവർ ലിഫ്റ്റിംഗ് ലോക ചാമ്പ്യൻ മജ്സിയ ബാനു. സേവ് എ ചൈൽഡ് എന്ന സംഘടനയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തു പറഞ്ഞതിനാണ് അധിക്ഷേപമെന്നാണ് മജ്സിയയുടെ പരാതി. DGPക്ക് നൽകിയ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഇത് ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ മജ്സിയ ബാനു, കോഴിക്കോട് വടകര സ്വദേശി. കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സേവ് എ ചൈൽഡ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ സംഘടനയെ ചിലർ സാമ്പത്തിക നേട്ടത്തിനായാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായതോടെ രാജിവെച്ചുവെന്ന് മജ്സിയ പറയുന്നു. സംഘടനയുടെ വരവ് ചിലവ് കണക്കുകൾ പോലും അവതരിപ്പിക്കുന്നില്ല. ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ പറഞ്ഞു വി നീഡ് 15 മോർ ഡേയ്സ് എന്ന്. അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ 2 മാസം കഴിയാനായി. ഇതുവരെ അവരത് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മെമ്പേഴ്സിന് കാണിച്ചു കൊടുക്കാനോ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന എല്ലാവരും പൈസ തുക അടച്ച് മെമ്പേഴ്സായ വ്യക്തികളാണ്. ഇതിനിടെ UPയിലെ ഡോക്ടർ ഖഫീൽ ഖാൻ സംഘടനയുടെ ബ്രാൻഡ് അംബാസഡറാണെന്ന് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ സംഘടനയുമായി ബന്ധമില്ലെന്ന് ഖഫീൽ ഖാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. തട്ടിപ്പ് പുറത്തു പറഞ്ഞതോടെയാണ് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപം തുടങ്ങിയതെന്ന് മജ്സിയ പറയുന്നു. ഒരു രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിയ വ്യക്തി എന്നുള്ള ഒരു പരിഗണന പോലും തരാതെ, അല്ലെങ്കിൽ ഒരു പെണ്ണെന്നുള്ള പരിഗണന തരാതെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലാണ് അവർ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോവാണ്. അവർക്ക് എന്നുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം രാജിവെച്ചതാണ്. അപ്പോൾ അവരുടെ വഴിക്ക് മൂവ് ചെയ്യുക, ലെറ്റ് മീ മൂവ് മൈ സെൽഫ്, ബട്ട് അവർ സമ്മതിക്കുന്നില്ല. അതേസമയം മജ്സിയയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് സേവ് എ ചൈൽഡ് പ്രസിഡന്റ് ബഷീർ മുതുവല്ലൂർ വിശദീകരിച്ചു. നമ്മൾ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ അവര് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് വെക്കും, അതുപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും. എന്നിട്ട് എന്ത് പറയും, അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും. അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് പൈസ വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അധിക്ഷേപത്തിനെതിരെ മജ്സിയ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറം പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് തൃക്കരിപ്പൂർ ഉളിയമ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഭരണാനുമതിയായി. കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് പയ്യന്നൂരിനെയും തൃക്കരിപ്പൂർ ഒളവറയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉളിയം കടവിൽ പാലം പണിയുക. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ഒളവറ ഉളിയം കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുക. ഈ കടവിൽ പാലം വേണമെന്നത് പ്രദേശവാസികളുടെ നീണ്ട നാളത്തെ ആവശ്യമായിരുന്നു. ഉളിയം കടവിനെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിനും പരിഹാരമാകും. യാത്രാക്ലേശം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പയ്യന്നൂരുമായി ബന്ധപ്പെടണമെങ്കിൽ 4-5 കിലോമീറ്റർ ചുറ്റി വേണം പയ്യന്നൂരിലെത്താൻ. എന്നാൽ ഇത് വരുന്നതോടുകൂടി ആ യാത്രാക്ലേശത്തിനും ഏറെ പരിഹാരം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരുന്നതോടെ കവ്വായിക്കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറി വ്യാപകമായി കൃഷി നശിക്കുന്നത് തടയാൻ കഴിയും. കളക്ടർ ചെയർമാനും കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ EP രാജ്മോഹൻ കൺവീനറുമായ ജില്ലാതല സമിതി ഉളിയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉൾപ്പെടെ 53 പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി കാർഷിക കേരളം.
പ്രളയത്തിൽ മടവീഴ്ചയുണ്ടായി മണലും ചെളിയും നിറഞ്ഞ ഇടുക്കി രാജകുമാരി പഞ്ചായത്തിലെ പാടശേഖരം കൃഷിയോഗ്യമാക്കി കൃഷി ആരംഭിച്ചു. 35 ഏക്കറോളം പാടശേഖരമാണ് മടവീഴ്ചയിൽ മണലും ചെളിയും കയറി നശിച്ചത്. കുടിയേറ്റ കാലത്തിനിപ്പുറം ഇന്നോളം നെൽകൃഷി മുടങ്ങാത്ത ഹൈറേഞ്ചിലെ ഏക പാടശേഖരമാണ് രാജകുമാരി പഞ്ചായത്തിലെ കണ്ടത്തിപ്പാലം പാടശേഖരം. അമിതമായ ഉൽപാദന ചെലവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഹൈറേഞ്ചിലെ കർഷകർ നെൽകൃഷിയിൽ നിന്ന് പിൻവാങ്ങി താനാണ്ട് കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോഴും ഇവിടുത്തെ കർഷകർ ലാഭനഷ്ടങ്ങൾ നോക്കാതെ നെൽകൃഷിയുമായി മുന്നോട്ടുപോയി. എന്നാൽ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ മന്നക്കുഴിത്തോട് കരകവിഞ്ഞ് മടവീഴ്ചയുണ്ടായതോടെ ചെളിയും മണലും കയറി പാടം നശിച്ചു. വലിയ അധ്വാനത്തിന് ശേഷമാണ് കർഷകർ കൃഷി പുനരാരംഭിച്ചത്. ഇന്ന് പറഞ്ഞ കൃഷി മുടക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്തു, നട്ടു, വെള്ളം കയറി പോയി. വീണ്ടും ഇപ്രാവശ്യം ഞങ്ങൾ നടേണ്ട സമയം കഴിഞ്ഞിരിക്കുവാണ്. നടന്ന സമയം കഴിഞ്ഞ് ഞാറൊക്കെ മൂത്ത് പോയി. എന്നാലും ഞങ്ങൾ വീണ്ടും ഒന്നര പരീക്ഷിക്കുവാണ്. ഇനി ഇങ്ങനെ പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മൊത്തം നശിച്ചു പോകും. അപ്പോൾ ആ നശിച്ചു പോകാണ്ടിരിക്കാനുള്ള കാരണം വെച്ചാൽ ഇവിടെ ഈ തോടിൻ്റെ സൈഡ് ബണ്ട് മൊത്തം പൊളിഞ്ഞു പോയി. അത് ബണ്ട് കെട്ടി സംരക്ഷിച്ചു തരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. മടവീഴ്ച ഉണ്ടാകുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇതിന് പ്രതിവിധി എന്ന് പറയുന്ന ബന്ധപ്പെട്ട ഇറിഗേഷൻ, കൃഷി വകുപ്പ് മുതലായ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത് വളരെ ഗൗരവത്തോടെ കണ്ട് ഇതിൻ്റെ ഈ തോടിന് വീതി കൂട്ടുകയും തോടിൻ്റെ ഇരുകരകളും കല്ലുകൊണ്ട് കയ്യാല് കെട്ടുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് അതിൽ ബണ്ട് നിർമ്മിച്ചാൽ ശാശ്വതമായിട്ട് ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാകണമെന്ന് ഈ തൊട്ടിത്താഴം പാടശേഖരത്തിൻ്റെ ഒരു കർഷകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. 40 ഏക്കറോളം പാടശേഖരത്തിൽ 30-ലധികം കർഷകരാണ് കൃഷി ചെയ്യുന്നത്. നെൽകൃഷി സംരക്ഷിക്കുന്നതിന് സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോഴും ഇവിടുത്തെ കർഷകരിലേക്ക് എത്തുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് 18 രാജകുമാരി. വടകര ലിങ്ക് റോഡിൽ ബസ് സ്റ്റാൻഡ് അനുവദിച്ച വിഷയത്തിൽ പോലീസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായില്ല. വടകരയിൽ ലിങ്ക് റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡ് മാറ്റണമെന്ന ബസ് ഉടമകളുടെയും വ്യാപാരികളുടെയും ആവശ്യം പരിഗണിക്കാനായിരുന്നു യോഗം വിളിച്ചത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഇടപെടാനാവില്ലെന്ന ചെയർമാന്റെ തീരുമാനം വന്നതോടെ യോഗം പിരിഞ്ഞു. വ്യാപാരി വ്യവസായി പ്രതിനിധികളും നഗരസഭ, പോലീസ്, RTO, തൊഴിലാളി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത ചർച്ചയാണ് തീരുമാനമാവാതെ പിരിഞ്ഞത്. വടകരയിൽ നിലവിൽ 2 ബസ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കെയാണ് ലിങ്ക് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തയ്യാറെടുക്കുകയാണ് സംഘടനകൾ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇനി നാട്ടിൽ ഇന്നിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ